വിജയ നമസ്കാരം. നമസ്കാരം. നമ്മൾ നേരത്തെ ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റിൽ ഒരുപാട് ചർച്ച ചെയ്തൊരു വിഷയമാണ് യൂറോപ്പിലേക്ക് യുദ്ധം വ്യാപിക്കുന്നതിനെ കുറിച്ച്. അപ്പൊ കഴിഞ്ഞ ദിവസം ഇറാൻ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നത്, ഇനി യുദ്ധം വന്നു കഴിഞ്ഞാൽ, ഇനി ഞങ്ങൾ യുദ്ധം പുനരാരംഭിച്ചു കഴിഞ്ഞാൽ അത് ഈ GCC രാജ്യങ്ങളിലേക്ക് നിൽക്കില്ല എന്നുള്ളത് ഇറാൻ പറഞ്ഞു കഴിഞ്ഞു. ആ ഇറാൻ അത് പറയുന്നതോടൊപ്പം തന്നെ ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒരു വലിയ യുദ്ധ കാഹളം മുഴങ്ങുന്നുണ്ട് എന്നതിന്റെ ഒരു ഉദാഹരണം ഇപ്പൊ പുറത്തു വന്നിരിക്കുകയാണ്. 2 ദിവസമായിട്ട് റഷ്യയില് യുക്രൈൻ കനത്ത ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷത്തെ തന്നെ ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണം എന്ന പേരിൽ റഷ്യയിൽ യുക്രൈൻ ഒരു ഡ്രോൺ ആക്രമണം നടത്തി. അപ്പോൾ റഷ്യ വലിയ രീതിയിലുള്ള തിരിച്ചടിക്ക് ഒരുങ്ങുകയാണ്. ഇപ്പോഴിതാ നോർവേയിൽ നിന്ന് ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ പോയിട്ട് ഇപ്പൊ നമ്മുടെ രാജ്യത്തേക്ക് തിരിച്ചെത്തിയതേ ഉള്ളൂ. ഇപ്പൊ നോർവേയിൽ നിന്ന് വരുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ, നോർവേയിൽ ഉടനെ തന്നെ യുദ്ധം വരും എന്നാണ് നോർവേയുടെ പ്രധാനമന്ത്രി നോർവേയിലെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നത്. റഷ്യയുടെ ഭീഷണിയിലാണ് നോർവേ എന്നാണ് ഇപ്പോ നോർവേയിലെ പ്രധാനമന്ത്രി പറയുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യം സമ്പൂർണമായിട്ടുള്ള പ്രതിരോധത്തിലേക്ക് പോകണം, അതിലേക്ക് കടക്കുകയാണ് എന്ന് നോർവേ പ്രധാനമന്ത്രി പറയുന്നുണ്ട്. വലിയ യുദ്ധ സാധ്യതയാണ് നിലനിൽക്കുന്നത്. റഷ്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യം യുക്രൈനിലെ പോരാട്ടത്തിന്റെ വെളിച്ചത്തിൽ ഏറ്റവും മോശമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മുടെ നോർവേ കടന്നു പോകുന്നത്. അതുകൊണ്ട് ജനങ്ങൾ തന്നെ യുദ്ധത്തിന് സജ്ജരാകണം എന്നാണ് നോർവേ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതിനായിട്ട് വലിയ ഒരുക്കങ്ങൾ തുടങ്ങി. ഓസ്ലോയിലെ ഏറ്റവും വലിയ സെന്റ് ഹാൻഷോഗൺ വ്യോമാക്രമണ അഭയകേന്ദ്രം അവർ ഒരുക്കിയിട്ടുണ്ട്. 1100 പേരെ അതിനകത്ത് പാർപ്പിക്കാം, അതിന്റെ ഹെവി മെറ്റൽ വാതിലുകൾക്കുള്ളിൽ പാർപ്പിക്കാം എന്ന് പറയുന്നു. എന്തായിരുന്നാലും വേറൊരു പല കാര്യം, ഇപ്പോ അവയിൽ പലതും നവീകരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ശീതയുദ്ധകാലത്താണ് അവ നിർമ്മിച്ചത്, അത് പഴയതാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവ നവീകരിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അപ്പൊ നോർവേ തയ്യാറെടുത്ത് കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിനിടയിൽ മിഡിൽ ഈസ്റ്റിലും വലിയ സംഘർഷ സാധ്യത ഉരുണ്ടുകൂടുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് റഷ്യ യൂറോപ്പിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്നു, മറുഭാഗത്തും ഇറാന്റെ ബാക്കിലും റഷ്യ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഇറാൻ ഇതൊക്കെ കണ്ടുകൊണ്ടായിരിക്കുമോ ഇനി ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ അത് കയ്യിൽ നിൽക്കില്ല, പിടിച്ചാൽ കിട്ടില്ല എന്നൊക്കെയുള്ള വാദപ്രതിവാദങ്ങൾ ഉന്നയിക്കുന്നത്? എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത്? ഇത് വലിയൊരു ഗുരുതര പ്രതിസന്ധി, അതായത് നമ്മളിപ്പോ ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നതായിട്ട് ഇപ്പൊ പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്ത് തോന്നിപ്പിച്ചു? നമ്മൾ ഒരു വർഷം മുമ്പ് നമ്മൾ ആ ചർച്ച അനാലിസിസ് ചെയ്യുമ്പോൾ അന്ന് ഇറാൻ അമേരിക്ക വാറില്ല, റഷ്യ ഉക്രൈൻ വാർ മാത്രമേ ഉള്ളൂ. അന്ന് നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, ഈ യുദ്ധം യൂറോപ്പിലേക്ക് വ്യാപിക്കും എന്ന്. അതിന് ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. കാരണം ഉക്രൈനെ അന്ന് സപ്പോർട്ട് ചെയ്ത് ആദ്യം എത്തിയത് ജർമ്മനിയാണ്, രണ്ടാമത്തെ രാജ്യം ഫ്രാൻസ് ആണ് എത്തുന്നത്, മൂന്നാമത്തെ രാജ്യം UK ആണ് എത്തുന്നത്. അമേരിക്ക അന്നും എത്തിയിട്ടില്ല, ഇന്നും അവർ പ്രത്യക്ഷമായിട്ട് എത്തി, പക്ഷെ ഇപ്പം അവർ എത്തുന്നുണ്ട്. അന്ന് അവർ എത്തിയിരുന്നില്ല. ഈ 3 രാജ്യങ്ങളായിരുന്നു ഏറ്റവും കൂടുതൽ ആയുധങ്ങളൊക്കെ ഉക്രൈനിൽ കൊടുത്ത് റഷ്യക്ക് ഉണ്ടാകും. അതിന് അവർക്കൊരു കാരണമുണ്ടായിരുന്നു. കാരണം റഷ്യ ഉക്രൈനെ കീഴ്പ്പെടുത്തിയാൽ പിന്നീട് പോളണ്ടിലേക്ക് തിരിയും. കാരണം പോളണ്ടും റഷ്യയുടെ അനുമതി തവണ ഏറ്റുമുട്ടിയിട്ടുള്ള രാജ്യങ്ങളാണ്. പോളണ്ടിൽ തിരിഞ്ഞ തൊട്ട് അടുത്ത് കിടക്കുന്ന ജർമ്മനിയാണ്. ജർമ്മനിയിലേക്ക് അവർ കൈവെക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. പിന്നെ അതിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗം ഫ്രാൻസ് ആണ്. അതായത് പോളണ്ട് വീണാൽ, അല്ലെങ്കിൽ പോളണ്ടിലേക്ക് റഷ്യ കയറിയാൽ അതിനർത്ഥം ജർമ്മനിയും ഫ്രാൻസും അവരുടെ കയ്യെത്തും ദൂരത്താണ് എന്നുള്ളതാണ്. ഇവിടെ നോർവേയിലെ പ്രശ്നം അതല്ല. നോർവേ കുറച്ചുകൂടി അടുത്താണ്. റഷ്യയുടെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് നോർവേ എന്നുള്ളതാണ് അതിനകത്ത് മറ്റൊരു കൗതുകം. കുറച്ച് അതിർത്തി ഉള്ളെങ്കിൽ പോലും അതിർത്തി പങ്കിടുന്നുണ്ട്. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ സേന 5000-ഓളം സൈനികരെ പോളണ്ടിൽ കൊണ്ടുവന്ന് വിന്യസിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം അത് മാത്രവുമല്ല, നാറ്റോ സഖ്യത്തിന്റെ ഒരു മീറ്റിംഗ് മാർക്ക് റൂബിയോ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നമ്മൾ അന്നും പറഞ്ഞിരുന്നു, കാരണം ഈ റഷ്യ ഇവരെല്ലാം കൂടെ വലിച്ച് യുദ്ധത്തിലേക്ക് ഇടും, യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം കൂടെ വലിച്ച്, അല്ലെ യൂറോപ്യൻ യൂണിയൻ നാറ്റോയൊക്കെ യുദ്ധത്തിലേക്ക് വലിച്ചിടും റഷ്യ. കാരണം റഷ്യയെ സംബന്ധിച്ച് ഈ സ്ഥലങ്ങൾ വെട്ടിപ്പിടിക്കുക എന്നുള്ളതല്ല അവരുടെ ലക്ഷ്യം. അവരെന്തായാലും മുങ്ങിച്ചാകാൻ പോവുകയാണ്. ചാകുന്ന കൂട്ടത്തിൽ തന്നെ കരയിൽ നിൽക്കുന്ന എല്ലാവരെയും കൂടെ പിടിച്ച് വെള്ളത്തിലോട്ട് വലിച്ചിടുക എന്നൊരു തന്ത്രം തന്നെയാണ് പുടിൻ പ്രയോഗിക്കുന്നത്. കാരണം സാമ്പത്തികമായിട്ട് ഒരു രാജ്യം താഴോട്ട് പോകുന്നു. പുടിൻ കഴിഞ്ഞ ദിവസം ചൈനയിൽ വെച്ച് പറഞ്ഞ കാര്യം, ഒരു സ്വച്ഛാധിപത്യത്തിന്റെ കീഴിലാണ് ഇപ്പോൾ നമ്മുടെ ലോകം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, അതിന് അനുവദിക്കാൻ കഴിയില്ല. അതായത് അമേരിക്കയുടെ കീഴിൽ പോയിക്കൊണ്ടിരിക്കുന്നു, ഇനി അത് അനുവദിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. ആ ഒരു അർത്ഥത്തിൽ അവിടെ നീങ്ങുന്നു. ഇതേ ഡയലോഗ് തന്നെയാണ് ഇറാൻ വളരെ കാലം മുമ്പ് പറഞ്ഞൊരു ഡയലോഗുണ്ട്, ഞങ്ങൾ മുങ്ങുകയാണെങ്കിൽ നിങ്ങളെ കൂടെ ഞങ്ങൾ മുക്കുമെന്ന് പറഞ്ഞു. അന്നേരം എല്ലാവരും കരുതിയത് അത് മിഡിൽ ഈസ്റ്റ് കൺട്രീസിന്റെ മാത്രമായിരിക്കുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല കാര്യങ്ങൾ. കാരണം കഴിഞ്ഞ ഈ വെടിനിർത്തലിന് തൊട്ട് മുമ്പ് നമ്മൾ കണ്ട കാഴ്ച, സൈപ്രസിലും അവരുടെ മറ്റ് അമേരിക്കയുടെ വ്യോമത്താവളങ്ങളിലുമൊക്കെ ഇവർക്ക് ആക്രമണം നടത്താൻ ഇറാൻ ശ്രമിച്ചു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇവിടെ ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റഷ്യയുടെ 100-ലധികം സൈനികരാണ് കഴിഞ്ഞ ദിവസത്തെ ഈ ഉക്രൈന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അതിന്റെ ഒരു തിരിച്ചടിയാണ് ഇന്ന് ഉക്രൈന് നേരെ റഷ്യ നടത്തിയിരിക്കുന്നത്. അവർ ഒരു ഹോസ്റ്റൽ ആക്രമിച്ചു. ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ റഷ്യ പറയുന്നത് അവരുടെ സൈനിക താവളമാണെന്ന്.
എന്നാൽ ഉക്രൈൻ പറയുന്ന അവരുടെ പഴയ സൈനിക താവളത്തിനടുത്തുള്ള ഒരു ലേഡീസ് ഹോസ്റ്റൽ ആക്രമിക്കുകയും പെൺകുട്ടികളടക്കം 18 പേർ കൊല്ലപ്പെട്ടു എന്നാണ് പുറത്തു വരുന്ന വിവരം. ഇങ്ങനെയാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. ഈ യുദ്ധത്തിന്റെ ഗതി മാറാൻ സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം ഇവിടെ ഈ അമേരിക്ക നിയന്ത്രിക്കുന്ന ഒരു ലോകമായി മുൻപോട്ട് പോകുന്നതിൽ അസ്വസ്ഥരായിട്ട് ഒരുപിടി രാജ്യങ്ങൾ വേറെയുണ്ട്. റഷ്യയും ചൈനയും ഇന്ത്യയും അടക്കമുള്ള രാജ്യങ്ങൾ അതിൽ വല്ലാത്ത അസ്വസ്ഥതയിലാണ്. പ്രത്യേകിച്ച് ഈ എണ്ണ പ്രതിസന്ധി രൂക്ഷമാകുന്നു. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി പറഞ്ഞത് നമ്മൾ കുറച്ചുകൂടി ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു, നമ്മൾ കുറച്ചുകൂടി എണ്ണയിൽ കരുതലെടുക്കേണ്ടിയിരിക്കുന്നു. കാരണം നമുക്ക് ഇപ്പൊ എല്ലാവരും ചോദിക്കും നമ്മൾ റഷ്യയിൽ എണ്ണ എടുക്കുന്നില്ലെന്ന് വെച്ചാൽ റഷ്യയിൽ നിന്ന് എണ്ണ വരാതായാൽ എന്ത് ചെയ്യും? ഒരു യുദ്ധം കൊടുമ്പിരി കൊണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായി തന്നെ റഷ്യയിൽ നിന്നും എണ്ണ വരില്ല. പിന്നെ എവിടുന്നാണ് ഈ എണ്ണ വരേണ്ടത്? രാഹുൽ ഗാന്ധി ഇവിടെ കിടന്ന് സമരം ചെയ്തുകൊണ്ടോ നമ്മൾ എന്തെങ്കിലും മോദിയെ ചീത്ത വിളിച്ചുകൊണ്ടോ എണ്ണ വരത്തില്ലല്ലോ. എണ്ണയ്ക്ക് എണ്ണ തന്നെ വേട്ടെ. അപ്പോൾ ഇതില്ല. ഈ ഒരു പ്രതിസന്ധി കൂടി മുന്നിൽ കണ്ടുകൊണ്ടാകണം അദ്ദേഹം പറഞ്ഞത് നമ്മൾ എണ്ണ ഉപയോഗം കുറച്ച് തുടങ്ങണം, എത്രയും പെട്ടെന്ന് നമ്മൾ ഈ E20 എന്നുള്ളത് E80 E100 ആക്കുന്നതിലേക്ക് പോകണം എന്ന് പറയുകയും അതിനു വേണ്ടിയിട്ടുള്ള ത്വരിതമായ കാര്യങ്ങൾ ഇതിനും വളരെ മുമ്പ് തന്നെ 6 മാസം മുമ്പ് നിതിൻ ഗഡ്കരി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇനി 6 മാസത്തിനുള്ളിൽ തന്നെ എല്ലാ ഇന്ത്യൻ വാഹന നിർമ്മാതാക്കളും ഡീസൽ പെട്രോൾ കാറുകൾ നിർത്തുക, പകരം ഇലക്ട്രിക്കൽ കാറുകളിലേക്ക് തിരിയുക, ഇല്ലെങ്കിൽ മറ്റ് ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന ഈ ഫ്ലെക്സ് ഇന്ധനങ്ങളുണ്ടല്ലോ, അതായത് ഈ ഇഥനോളും ഹൈഡ്രജനും അങ്ങനെയുള്ള ഇല്ലെങ്കിൽ കുറഞ്ഞ പക്ഷെ നിങ്ങൾ ഹൈബ്രിഡ് എങ്കിലും ആക്കുക നിങ്ങളുടെ വണ്ടി, അല്ലാതെ ഇതിവിടെ ഓടിക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറയുന്ന ഒരു കാര്യത്തിലേക്ക് നീങ്ങി. ഇവരത് അനുസരിക്കത്തില്ലെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് 2027 BAS വരുമ്പോൾ അത് യൂറോപ്യൻ മാനദണ്ഡത്തിലേക്ക് ആക്കും. യൂറോപ്യൻ മാനദണ്ഡത്തിലേക്ക് ആക്കി കഴിഞ്ഞാൽ പൊല്യൂഷൻ ഒട്ടും തന്നെ പുറത്തു പോകാൻ പാടില്ല, സീറോ പൊല്യൂഷൻ ആയിരിക്കണം. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഡീസലും പെട്രോളും കത്തിക്കാൻ കഴിയുക? സ്വാഭാവികമായി തന്നെ ഇവര് മറ്റു മാർഗങ്ങൾ തേടേണ്ടതായി വരും. ഇലക്ട്രിക്കൽ കാറിന് പോലും ആദ്യത്തെ 5 വർഷം പൊല്യൂഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. ഏതായാലും അങ്ങനെ നിൽക്കുന്ന കാര്യം ഈ ഒരു പ്രതിസന്ധി, അതായത് ലോകം ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഒരു അല്പമെങ്കിലും ആശ്വാസത്തിന് പകരം നൽകുന്നത് ഈ അമേരിക്ക ഇറാൻ ഡീൽ ഉണ്ടാകുമെന്നുള്ളതാണ്. പക്ഷെ അതിനുള്ള സാധ്യതകൾ വളരെ തുലവും കുറവാണ്. ഇനി ഡീൽ ഉണ്ടായാലും അതിനൊരു ആയുസ് ഉണ്ടാകില്ല. തൽക്കാലത്തേക്ക് ഒരു ഡീലായിരിക്കും. കാരണം ഇപ്പൊ ഇറാൻ പഴയ ഇറാൻ അല്ല, അവരുടെ ഭരണകൂടങ്ങൾക്ക് പഴയ ഒരു പവർ ഇല്ല. പകരം അവിടെ ഇപ്പോൾ IRGC ഭരിക്കുന്ന ഒരു നിലയിലേക്ക് ഇറാൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇറാൻ സൈന്യമാണിപ്പോൾ അവിടെ ഭരണം നടത്തുന്നത്. ആ ഒരു കാലത്തിലേക്ക് അവർ നീങ്ങിയിരിക്കുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് എത്ര നാളും നിൽക്കും? അഥവാ ഒരു ഡീൽ ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് കാത്തിരുന്ന് കാണേണ്ടതായി വരും. ഏതായാലും ചർച്ചകൾ നടക്കട്ടെ, ചർച്ചകൾ നല്ലതായി തീരട്ടെ എന്ന് ആഗ്രഹിക്കാം. പക്ഷെ അതിന്റെ ഒരു മറുഭാഗത്തേക്ക് ഇങ്ങനെ ഒരു ആക്രമണം കൊണ്ട്, അത് 1-2 മിസൈലുകൾ കൊണ്ട് മാത്രം ഈ രാജ്യങ്ങളെല്ലാം വലിച്ചൊരു യുദ്ധത്തിന്റെ കെടുതിയിലേക്ക് ഇടാൻ കഴിയും. ഇപ്പോൾ നമുക്കറിയാം ലോകത്തിന്റെ പകുതി ഭാഗങ്ങൾ ഈ ഇറാൻ യുദ്ധം കൊണ്ട്, ഇറാൻ അമേരിക്ക വാർ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുക. ഇനി യൂറോപ്യൻസ് കൂടെ വന്നു കഴിഞ്ഞാൽ വരാൻ പോകുന്ന ഒരു വലിയ ഭവിഷ്യത്ത് എണ്ണ മാത്രമല്ല, സാമ്പത്തിക രംഗം കയറ്റുമതി ഇറക്കുമതി അതോടെ നിലയ്ക്കും. ഇപ്പൊ ഇന്ത്യ കണക്കുള്ള രാജ്യങ്ങളായാലും ചൈന ആയാലും ഏത് രാജ്യമായാലും അവരുടെ ഒരു പ്രധാനപ്പെട്ട വരുമാന മാർഗം കയറ്റുമതി കൂടെയാണ് സാധനങ്ങളൊക്കെ. ഈ കയറ്റുമതി നിലച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കുക, എത്ര പരിതാപകരമായിരിക്കും. നമ്മുടെ മുൻപോട്ടുള്ള ആ വളർച്ചയെ അത് ശരിക്കും തടസ്സപ്പെടുത്തുക തന്നെ ചെയ്യും. ഒരുപക്ഷെ ഇത് അറിയുമ്പോൾ നമ്മുടെ രാജ്യത്തുള്ള വിഘടനവാദികളും ഇല്ലെങ്കിൽ രാജ്യദ്രോഹികളും ഒക്കെ ചിലപ്പോൾ സന്തോഷിക്കുമായിരിക്കും, അങ്ങനെയെങ്കിലും രാജ്യം തകരുമല്ലോ. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ച് അങ്ങനെ തകരില്ല. കാരണം നമ്മുടെ ഒരു ജനതയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഏത് സാഹചര്യത്തിലും കവർ ചെയ്ത് മുമ്പോട്ട് പോകാൻ തക്ക കരുത്തുള്ള ഒരു ജനമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ മുമ്പ് തമാശയായിട്ട് പറയും, പാല് കിട്ടിയില്ലെങ്കിൽ അവർ കടിഞ്ചായ കുടിക്കാൻ അവർ പ്രാപ്തരാണ്, അതിനകത്ത് അവർക്ക് വലിയ പരാതിയൊന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അതേപോലെ തന്നെ ഉള്ള ഒരു ഇത്. പക്ഷെ അപ്പോഴേക്ക് സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിന്റെ പെട്ടെന്നൊരു സഡൻ ബ്രേക്ക് ഇട്ടിട്ട് ഈ ടോപ്പ് ഗിയറിൽ പോകുന്നത് നേരെ ഫസ്റ്റ് ഗിയറിലോട്ട് വന്നാലുള്ള ഒരു അവസ്ഥ രാജ്യത്ത് സൃഷ്ടിക്കപ്പെടാനുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഈ 2 സാഹചര്യങ്ങളാണ് ഇപ്പോൾ ലോകത്ത് ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ നട്ടെല്ല് നിർത്തി അവർ വെല്ലുവിളിക്കുന്നത്. അവർ പറയുന്നത് ഇനി ഞങ്ങളെ തൊട്ട് കഴിഞ്ഞാൽ കളി വേറെ ആകുമെന്ന്. ഇന്നലെ തുളസി ഗബ്ബാർഡ് രാജിവെച്ചിരിക്കുന്നു ട്രംപിന്റെ ടീമിൽ നിന്നും. അതിനുശേഷം അവരുടെ തന്നെ ഒരു ഉന്നത സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഇനി ട്രംപ് ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ മണ്ടത്തരമായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഇനി അത് ആക്രമിച്ചു കഴിഞ്ഞാൽ ഇവിടെ അങ്ങ് നിൽക്കില്ല, വലിയ നാശനഷ്ടങ്ങൾ. നാശനഷ്ടം എന്ന് പറയുമ്പോൾ നമ്മൾ കണക്കൂട്ടുന്ന ഈ വസ്തുവകകളുടെ നാശമല്ല, സാമ്പത്തികമായിട്ട് തന്നെയുള്ള നാശനഷ്ടം. ഒരു സാമ്പത്തികമായ ഒരു രാജ്യം തകരുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ തകർച്ച തന്നെയാണ്. അപ്പോൾ ഇത് ഒരു വലിയ, കാരണം ഇനി എണ്ണ പ്രതിസന്ധി രൂക്ഷമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഈ റഷ്യ കൂടെ ഇത്തരത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ ലോകം ഒരു വലിയ പ്രതിസന്ധിയിലേക്കാവും. എണ്ണ കൊണ്ടുവരിക എന്നുള്ളത് ഒരു ദുഷ്കരമായ ദൗത്യമാകും. അത് ഇപ്പോൾ തന്നെ ഈ റഷ്യയിൽ നിന്ന് എണ്ണ എടുക്കുന്ന ഷിപ്പുകൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ നിന്ന് വാങ്ങുന്നത് ഏതാണ്ട് ഇൻഷുറൻസിന് മാത്രം 5 ഇരട്ടി തുകയാണ്. മുൻപ് 100 രൂപ കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് അവിടെ 500 രൂപ കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അത് മാത്രമല്ല ഷിപ്പുകൾ വാങ്ങുന്നത് 4 ഇരട്ടിയും 5 ഇരട്ടിയും തുകയാണ്. അതായത് മുമ്പ് ആ ഷിപ്പിൽ നിന്ന് എണ്ണ കയറ്റി ഇവിടെ കൊണ്ടുവരുന്നതിന് ആ ഷിപ്പിംഗ് കമ്പനികൾ വാങ്ങിയ തുകയുടെ 4-5 ഇരട്ടിയാണ്. കാരണം അവരെ കുറ്റം പറയാൻ പറ്റില്ല. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, സുരക്ഷയുടെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ആ റിസ്ക് എടുത്തത് കൊണ്ടുവരുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു എമൗണ്ട് ആണ് അവരിത് പറയുന്നത്. ഒന്ന്,
രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റുള്ളപ്പോഴേ തൂറ്റാൻ കഴിയൂ എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ല് പോലെ ഇപ്പോഴാണ് ശരിക്കും വാഴ വെട്ടാൻ പറ്റിയൊരു സമയം. അത് അവരെ ബിസിനസ് ആണല്ലോ. ഈ ഒരു സാഹചര്യത്തിൽ മാക്സിമം പണം ഉണ്ടാക്കുക, അത് അവർ വൃത്തിയായി ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇന്ത്യ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ഇൻഷുറൻസ് കമ്പനികൾക്ക് ഈ ഷിപ്പുകൾക്ക് ഇൻഷുറൻസ് ചെയ്യാനുള്ള അതിന്റെ നിയമാവലികളും ഒക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതെപ്പോ ശരിയാകുമെന്ന് അറിയില്ല നമുക്ക്. എങ്കിൽ പോലും അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നം പരിഹരിക്കാൻ പറ്റും. പക്ഷെ അപ്പോഴും ഈ എണ്ണ കൊണ്ടുവരുന്നൊരു പ്രതിസന്ധിയുണ്ട്. ഈ യുദ്ധം കൊടുമ്പിരി കൊണ്ടുകഴിഞ്ഞാൽ ഈ എണ്ണയുള്ള രാജ്യങ്ങളാണ് ഈ പണി മുഴുവൻ നടക്കുന്നത്. GCC കൺട്രീസ്, റഷ്യ, ഈ ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും ഈ പ്രശ്നങ്ങളായി കഴിഞ്ഞാൽ മൊത്തത്തിൽ രൂക്ഷമാകുന്ന ഒരു സ്ഥിതിവിശേഷം. ഇത് ആരെയും പേടിപ്പിക്കാൻ പറയുന്നതല്ല, സമീപത്ത് നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. ഇതിപ്പോ പറയുന്ന കാര്യവുമല്ല. ഒരു വർഷം മുമ്പ്, അന്ന് ഈ യുദ്ധമൊന്നും ഇല്ലായിരുന്ന കാലത്ത് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. അന്നും നമ്മളിത് പറഞ്ഞിരിക്കുന്നു. കാരണം ഇതെല്ലാം തൊട്ട് കിടക്കുന്ന രാജ്യങ്ങളാണ്. ഇവർ തമ്മിൽ പ്രശ്നമുണ്ടാകാൻ പുതിയതായിട്ട് കാരണമൊന്നും വേണ്ട. പഴയ കാരണങ്ങൾ അനവധിയുണ്ട്. റഷ്യയും UK തമ്മിൽ പണ്ടുതൊട്ടേ ശത്രുതയിലാണ്. ജർമ്മനിയുടെ ചാൻസലർക്ക് റഷ്യ കണ്ടെടുത്ത ജർമ്മനിയുമായിട്ടും പണ്ടുതൊട്ടേ അവര് ശത്രുതയിലാണ്. പിന്നുള്ളത് ഒന്ന് ഫ്രാൻസാണ്. ഫ്രാൻസുമായിട്ടും അത്ര നല്ല സുഖത്തിലല്ല. കാരണം റഷ്യ എപ്പോഴും പറയുന്നത് ഫ്രാൻസും ജർമ്മനിയും UK-യുമാണ് ഈ മിസൈലുകളൊക്കെ കൊടുത്ത് യുക്രൈനെ കൊണ്ട് ഞങ്ങൾക്കെതിരെ അടിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പോൾ അമേരിക്ക പരസ്യമായിട്ട് തന്നെ ആയുധങ്ങൾ കൊടുക്കുന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ധൃതി പിടിച്ച ഒരു നാറ്റോ യോഗം നടന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ പറയുന്ന പോളണ്ടിലേക്ക് 5000 സൈനികരെ അയച്ചിരിക്കുന്നു. ഇനി നരേന്ദ്രമോദി നോർവേയിൽ എത്തിയത് എന്തിനാണ് എന്നറിയില്ല. ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ലേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. ഒരു സമാധാന ദൂതുമായിട്ടാണോ ഇനി പോയതെന്നറിയില്ല. മുമ്പ് അദ്ദേഹം പോളണ്ടിൽ പോയിരുന്നു. അത് അന്ന് പറഞ്ഞു കേട്ടൊരു കാര്യം, റഷ്യയുടെ ഒരു ദൂതുമായിട്ടാണ് പ്രധാനമന്ത്രി പോളണ്ടിൽ എത്തിയത്. നിങ്ങൾ ഈ റഷ്യ ഉക്രൈൻ വാറിൽ നിങ്ങൾ ഉക്രൈന്റെ പക്ഷം പിടിക്കരുതെന്ന് പോളണ്ടിനെ പറഞ്ഞ് കാര്യങ്ങൾ ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണെന്ന് നരേന്ദ്രമോദി പോളണ്ടിൽ പോയതെന്നാണ് അന്ന് കേട്ടിരിക്കുന്ന വാർത്ത. ഇപ്പോൾ നോർവേയിൽ പോയതും എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം അവശേഷിക്കുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകുന്നു. കാരണം ഇതെല്ലാം റഷ്യയുമായി തൊട്ട് കിടക്കുന്ന രാജ്യങ്ങളാണ്. അവിടെയാണ് ഇതിന്റെ വിഷയങ്ങൾ മുഴുവൻ. ഉക്രൈനെ റഷ്യ ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായി ജർമ്മനിക്കും ഈ പറയുന്ന ഫ്രാൻസിനുമൊക്കെ പൊള്ളുന്നതിന്റെ പ്രധാന പ്രശ്നവും ഉക്രൈൻ വീണാൽ അതുവഴി പോളണ്ടും പിന്നെ ജർമ്മനിയും പിന്നെ ഫ്രാൻസും എളുപ്പമാണ്. നോർവേ എന്ന് പറഞ്ഞാൽ ഇവരോട് ചേർന്ന് കിടക്കുന്ന, ഇവരുടെ അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ്. ഇങ്ങനെയൊക്കെ പോകുന്നു അതിന്റെ കാര്യങ്ങൾ. ഏതായാലും കുറച്ചുകൂടി കലുഷിതമാകുന്നു. ഒരു ലോകം യുദ്ധത്തിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? കാരണം റഷ്യ കൂടി അങ്ങനെ തുടങ്ങുകയും ഇറാൻ വീണ്ടും ആക്രമണം സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്താൽ ഉറപ്പായും അതൊരു മൂന്നാം ലോക മഹായുദ്ധം എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അത് മാറും. യുദ്ധം രണ്ട് തരത്തിലാണ്. ഒന്ന് നേരിട്ടുള്ള ആക്രമണം, മിസൈലുകളും ബോംബുകളും വീഴുന്ന ഒരു ആക്രമണം. അതല്ല, അതിനേക്കാൾ വലിയ ആഘാതം ഏൽപ്പിക്കാൻ പോകുന്ന ഒന്നാണ് സാമ്പത്തികം. അതായത് വലിയ ഊർജ്ജ പ്രതിസന്ധി. ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മുടെ രാജ്യത്ത് വലിയ ഊർജ്ജ പ്രതിസന്ധി വരുന്നു. എണ്ണ കിട്ടാതായി കഴിഞ്ഞാൽ നമ്മൾ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയൊക്കെ അവിടെ നിശ്ചലമായി. അവിടെ നിന്നു, എല്ലാം നിന്നു. അവിടെ കംപ്ലീറ്റ് എല്ലാം നിന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വ്യവസായങ്ങളിൽ നിന്നും എല്ലാം നിന്നു. അപ്പോഴും ആ യുദ്ധത്തിന്റെ കെടുതി, ആയുധങ്ങൾ വീണ് മുറിവേൽക്കുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ സാമ്പത്തികമായിട്ട് നമ്മൾ തകർന്നു പോവുകയാണ്. അതും ഇതിന്റെ ഒരു വലിയ ഭവിഷ്യത്താണ്. അപ്പോഴേ നമുക്ക് അതിനെ ലോക മഹായുദ്ധം എന്ന് പറയുമ്പോൾ കുറച്ച് രാജ്യങ്ങൾ മാത്രമേ യുദ്ധത്തിൽ പങ്കെടുക്കുന്നുള്ളൂ. അതിന്റെ ഇരട്ടിയിലേറെ രാജ്യങ്ങൾ ഇതിന്റെ തിക്ത ഫലങ്ങൾ അനുഭവിക്കുകയാണ്. നമ്മളെ ഇവിടെ ഈ മുമ്പൊക്കെ എല്ലാവരും പറയും, എന്താ തേങ്ങ ഉടയ്ക്കാത്തത്, യുദ്ധം തുടങ്ങാത്ത എന്താണെന്ന് ചോദിക്കുന്നു. ഇന്നിപ്പോൾ യുദ്ധം തുടങ്ങിയപ്പോൾ എന്താണ് അവസ്ഥ? എല്ലാം താറുമാറായിട്ട്. ഇതാണ് അതിന്റെ കാര്യം.